സന്ദർശനത്തിന് ഡൽഹിയിൽ എത്തുന്നവർ അഭിമാനത്തോടെ പറയുന്ന പേരാണ് കേരള ഹൗസ്. എന്നാൽ അവിടെ എത്തുന്ന സന്ദർശകർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇനി പോകുന്നത്. അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സന്ദർശകർക്ക് പറയാൻ ഏറെയുണ്ട്. പരാതി പറഞ്ഞിട്ടും നാളിതുവരെയായിട്ടും ഒരു നടപടി പോലും എടുത്തിട്ടില്ല. ആർ അച്യുതനാണ് ഈ വാർത്തയുടെ റൈഡിംഗ് സീറ്റ്. റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഈ യാത്ര ഡൽഹിയിലെ കേരള ഹൗസിലേക്കാണ്. കേരള ഹൗസിൻ്റെ സമൃദ്ധി ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനെത്തുന്ന മലയാളികളും മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്നവരും നേരിടുന്നൊരു പ്രധാന പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്നുള്ളത് അവിടെ ചെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇതാണ് കേരള ഹൗസിലെ സമൃദ്ധി ക്യാൻറ്റീനിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഗേറ്റ്. പ്രശ്നം എന്താണെന്ന് ചുരുക്കി പറയാം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത് പൂർണ്ണമായി അടച്ചിട്ട അവസ്ഥയിലാണ്. ബദൽ സംവിധാനം ഒരുക്കിയിട്ടുമില്ല. എന്താണ് ഈ ടോയ്ലറ്റ് സംവിധാനം, അതായത് ടോയ്ലറ്റുകൾ അടച്ചിടാൻ ഇടയാക്കിയ കാരണമെന്നും അതിന് പിന്നിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. എൻ്റെ പിന്നിലായി കാണുന്നതാണ് കേരള ഹൗസിലെ സമൃദ്ധി ക്യാൻറ്റീനിൽ എത്തുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ശൗചാലയങ്ങൾ. പക്ഷേ ഇതിങ്ങനെ താഴ്ത്തു പൂട്ടിയ അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അധികൃതരുടെ വിശദീകരണം ഇതാണ്. അതായത് നോർക്കയുടെയും PRDയുടെയും ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ അഡീഷണൽ ബ്ലോക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ബലക്ഷ്യമുണ്ടായി. അതായത് കോൺക്രീറ്റ് പാളികൾ പൊട്ടി താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് താഴെയുള്ള ഈ ശൗചാലയങ്ങൾ ഉടനടി പൂട്ടിയിട്ടതും ഒപ്പം തന്നെ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസുകൾ അടച്ചിടുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും ഈ ശൗചാലയത്തിൻ്റെ പൂട്ട് ഇതുവരെ തുറന്നിട്ടില്ല. കേരള ഹൗസിൻ്റെ പ്രധാന കെട്ടിടത്തിൽ ശൗചാലയങ്ങളുണ്ടെങ്കിലും അവിടേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല. പൂട്ടിയിട്ടിരിക്കുന്ന ഈ ശൗചാലയങ്ങൾ അവിടുത്തെ ജീവനക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഇപ്പോഴും തുറന്നു നൽകുന്നില്ല. ബലക്ഷ്യം സംഭവിച്ച കെട്ടിടത്തിൽ ഇതുവരെയും അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ല. എല്ലാം പൂട്ടിയിട്ടതോടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന പെരുമാറ്റമാണ് അധികൃതരുടേത്. കേരള ഹൗസിലെ NGO യൂണിയനുകൾ റെസിഡന്റ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ട് നാളിതുവരെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ മലയാളികൾക്ക് പരാതി പറയാനേ നേരമുള്ളൂ. ആഗ്രഹം വന്നത് കുട്ടികളൊക്കെ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് വന്നിട്ട് പോയിക്കുമ്പോൾ ഇപ്പോഴും ക്ലോസ് ആണ്. ഏകദേശം അറിയുന്നത് ഞങ്ങൾ 4-5 മാസമായി ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത്. അവർ പറഞ്ഞത് അടുത്തുള്ള ഡൽഹി ഹൗസിൽ പൊതു വാഷ്റൂം ഉണ്ട്, അവിടെ പോയി ഉപയോഗിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഈ കുട്ടികളെയും വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ പൊതു വാഷ്റൂമിൽ പോകും? ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണ ഇത് പിന്നെയും ഓപ്പൺ ആയിരുന്നു തോന്നുന്നു, ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി തന്നു. പക്ഷേ ഇത്തവണ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വരുന്ന മനുഷ്യർക്കൊക്കെ ഒരു ഉപകാരമുള്ളൊരു ഇതാണ്. ഇവിടുന്ന് പിന്നെ ഈ അടുത്തെങ്ങും ഒരു സ്ഥലം ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇങ്ങനെ ബന്ധേ കിടക്കുന്നു. ഇത് അത്ര നല്ലതല്ല. ഇതൊന്ന് വൃത്തിയാക്കി ഞങ്ങളെപ്പോലെ വരുന്നവർക്ക് ഇത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തന്നെ ഇത് ഇവരൊന്ന് ശരിയാക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ട് പിന്നെ ആ സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മൾ പെണ്ണുങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത ബദൽ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ വേറെ പുറത്ത് പോയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിനെല്ലാം അപ്പുറം ഈ കെട്ടിടം നേരിടുന്ന ബലക്ഷ്യം മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. ഈ താഴ്ത്ത നിലയിൽ ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഒപ്പം തന്നെ സെൻട്രൽ AC സംവിധാനത്തിൻ്റെ AC യൂണിറ്റ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു നിലയാണ്. കെട്ടിടം തകരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഉയരുന്ന പരാതികൾ. നിരവധി പരാതികൾ ലഭിച്ചിട്ടും കേരള ഹൗസിലെ സർവീസ് സംഘടനകൾ റെസിഡന്റ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടും ഇതുവരെയും ഈ വിഷയങ്ങളിൽ അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല. ഇനിയെങ്കിലും ഭരണകൂടം ഇടപെട്ട് അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം.
ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.